എത്തിയിരിക്കുകയാണ്. ഭദ്ര ഇപ്പോൾ അവിടെ റെഡിയാണ്. ഭദ്രയുടെ കൂടെ പുതിയ ഗസ്റ്റുകളുണ്ട്, പുതിയ അതിഥികളുണ്ട്. പ്രകടനങ്ങളും ഒക്കെ നമുക്കായി അവർ നടത്തും. ഇപ്പോൾ ഭദ്ര പുതിയ കലാകാരനാണ്. ആരാണ്? ഒരു കൊച്ചു കലാകാരനെ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആരാണ്? പരിചയപ്പെടുത്തും. തീർച്ചയായും അനുജ, നമ്മോടൊപ്പം ഉള്ളത് വസുദേവാണ് പത്തനംതിട്ടയിൽ നിന്ന്. വസുദേവ് കേരള നടനം കഴിഞ്ഞ് എ ഗ്രേഡ് മേടിച്ചിട്ട് വന്ന് നിൽക്കുകയാണ് കേരള വിഷൻ പ്രേക്ഷകരുടെ മുന്നിൽ. മാത്രമല്ല, വസുദേവ് നേരത്തെയും പല മത്സരങ്ങളിലും ഉണ്ടായിരുന്നു. എല്ലാറ്റിലും തന്നെ എ ഗ്രേഡാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താണ് മോനെ? അപ്പീലായിട്ടാണ് നാടോടിനൃത്തം വന്നത്. അത് കവർ ചെയ്തു. എ ഗ്രേഡ് ഉണ്ട്. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? ഇന്ന് നല്ല മത്സരമായിരുന്നു. എ ഗ്രേഡ് ഉറപ്പായിരുന്നു. എനിക്ക് നല്ല പ്രാക്ടീസ് ഉണ്ടായിരുന്നു. സാറ് നല്ലപോലെ ചെയ്യിപ്പിച്ചു. പഠിപ്പിക്കുന്ന സാറ് RLV ജയപ്രകാശ് നാരായൺ നല്ലപോലെ ചെയ്യിപ്പിച്ചു. ഹാർഡ് വർക്കിംഗ് എനിക്കൊക്കെ ആയിരുന്നു. ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ല്. ഓക്കെ, 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇനിയും കലോത്സവ വേദികളിലൊക്കെ തന്നെ മോൻ്റെ സാന്നിധ്യം നമുക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ചെറുതായിട്ട് ഒന്ന് ചുവട് വയ്ക്കാമോ? ഓക്കെ ഓക്കെ ഓക്കെ. श्रीजयदेव कवेदितं कुरुते मुदं मङ्गलम् उज्ज्वलगीतं श्रीजयदेव हरे. प्रलयपयोधिजले गोपालकृष्ण, प्रलयपयोधिजले गोपालकृष्ण धृतवानसि वेदम् विहितवहित्र चरित्रमखेदं केशवादृत मीनशरीर. जय जगदीश हरे गोपालकृष्ण, जय जगदीश हरे. प्रलयपयोधिजले गोपालकृष्ण धृतवानसि वेदम् विहितवहित्र चरित्रमखेदं केशवादृत मीनशरीर. जय जगदीश हरे गोपालकृष्ण, जय जगदीश हरे. വസുദേവ് നല്ല രസമായിട്ട് ചെയ്തു മോനെ. അപ്പോൾ എന്തായാലും എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് ഇനി എങ്ങനെയാണ് പോകുന്നത്? ഇപ്പോൾ കഴിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോകണം. ഭക്ഷണം കഴിച്ചിട്ടില്ല അല്ലേ? ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞ് കാറിനല്ല. എന്തായാലും അടുത്ത കപ്പ് ആർക്കാന്നൊക്കെ അറിഞ്ഞിട്ടല്ലേ പോവുള്ളൂ. ഓക്കെ. അപ്പോൾ എല്ലാ ഇന്നത്തെ കലാമത്സരങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്കിനി അടുത്ത വിന്നർ ആരാണെന്നൊക്കെ അറിയണം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും വസുദേവ് പോവുക. എന്തായാലും ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരണം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും. ഇനി അടുത്ത കലോത്സവ വേദിയിൽ ഞാൻ നേരത്തെ പറഞ്ഞത് എന്നാലും പറയുകയാണ്, അടുത്ത കലോത്സവ വേദിയിലൊക്കെ തന്നെ മോൻ്റെ സാന്നിധ്യം അതെവിടെയാണെങ്കിലും, ഇപ്പം ഇപ്രാവശ്യം കൊല്ലത്തായിരുന്നു, അടുത്ത പ്രാവശ്യം എവിടെയാണെങ്കിലും മോൻ അവിടെ ഉണ്ടാവും. കേരള വിഷനിൽ വരണം. ഓക്കെ, വരും. ശരി. അപ്പോൾ ശരി മോനെ. അനുജ, ബാക്ക് ടു സ്റ്റുഡിയോ. നമുക്ക് വീണ്ടും തിരിച്ചു വരാം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അവസാന ദിനത്തിലാണെന്ന് സ്വർണ്ണക്കപ്പിനായുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുകയാണ്.